ആഹാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഉപവാസത്തിന് എതിരായിട്ടുള്ള ഒരു ചിന്തയാണ് നല്ല ആരോഗ്യമുള്ള ഒരാൾ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഫാജി എന്ന് പറയുന്ന ആ പേര് തന്നെ നമുക്കറിയാം. യോഷിനോറി യോക്സോമി എന്ന് പറയുന്ന ഒരു ജപ്പാൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചാണ് മനുഷ്യന് രോഗങ്ങളുണ്ടാകുമ്പോൾ ആഹാരം ഒഴിവാക്കിയാൽ രോഗം സുഖപ്പെടുമെന്നുള്ളത്. ഇപ്പം റമദാൻ വരാൻ പോവുകയാണ്. റമദാനിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു ഉപവാസമാണുള്ളത്, നോമ്പ് എന്ന് പറയുന്നത്. അയാൾ മാനസികമായി അതിനെ അംഗീകരിക്കുകയും ആത്മീയമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവത്തോടു കൂടി അയാൾ ആഹാരം വേണ്ടെന്ന് വെക്കുമ്പോൾ അസ്സലാമു അലൈക്കും സർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ നമ്മുടെ ഓട്ടോഫജി അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ പലതും ഈ ഒരു ഉപവാസത്തിനെ അത്രയധികം യോജിക്കാത്ത രീതിയിലുള്ള ഓരോരോ ശൈലികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ആഹാരശീലത്തിന് ബാലൻസ് ഡയറ്റ് തിയറി എന്ന് പറയുന്ന അലോപ്പതി സമർപ്പിച്ചിട്ടുള്ള ഒരു ആഹാരശീലമാണ് ഞങ്ങൾ പാലിക്കുന്നത്. എന്ന് വെച്ചാൽ സമയാസമയം ആഹാരം കഴിക്കുക, വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഹാരം കഴിക്കുക, ഇത്ര ശരീരഭാരമുള്ള ആൾ ഇത്ര ആഹാരം കഴിക്കണം. അങ്ങനെ ആഹാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഉപവാസത്തിന് എതിരായിട്ടുള്ള ഒരു ചിന്തയാണ് നല്ല ആരോഗ്യമുള്ള ഒരാൾ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അലോപ്പതി പഠിപ്പിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ അത് തന്നെയാണ് ഇപ്പോൾ ആയുർവേദവും അതുപോലെ ഹോമിയോപ്പതിയും നിലവിലുള്ള മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളൊക്കെ തന്നെ അതിനെ ഫോളോ ചെയ്യുന്നൊരവസ്ഥയെ കാണുന്നത്. അപ്പോൾ അതിലുള്ള ചോദ്യം എന്താണ്? അപ്പം അത്തരത്തിലുള്ളൊരു ശൈലി മുന്നോട്ട് കൊണ്ടുവന്നതും അതിനോട് നമ്മുടെ ഈ ഒരു ഉപവാസത്തിനോട് എക്യുപങ്ക്ചറിനുള്ള ഒരു വീക്ഷണം എന്താണ്? അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് ആണോ നമ്മുടെ ശരീരത്തിന് ഏതെല്ലാമാണ് ഗുണകരമായിട്ട് വരുന്നത്? ഇപ്പോൾ ഓട്ടോഫാജി എന്ന് പറയുന്ന ആ പേര് തന്നെ നമുക്കറിയാം. യോഷിനോറി യോക്സോമി എന്ന് പറയുന്ന ഒരു ജപ്പാൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചാണ് മനുഷ്യന് രോഗങ്ങളുണ്ടാകുമ്പോൾ ആഹാരം ഒഴിവാക്കിയാൽ രോഗം സുഖപ്പെടുമെന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 18 മണിക്കൂറോ അല്ലെങ്കിൽ 20 മണിക്കൂറോ ആഹാരം ഉപേക്ഷിച്ചാൽ അയാൾ രോഗം സുഖപ്പെടുമെന്നുള്ള ഒരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ കാണാൻ കഴിയുന്നത്. ഇപ്പം റമദാൻ വരാൻ പോവുകയാണ്. റമദാനിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു ഉപവാസമാണുള്ളത്, നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ആഹാരം ഉണ്ടായിരിക്കെ, ആഹാരം കഴിക്കാനുള്ള വക ഉണ്ടായിരിക്കെ അയാൾ ബോധപൂർവം അത് ഇപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുന്നു. ഇതാണ് ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒന്ന് വേണ്ടെന്ന് വെക്കുമ്പോൾ അയാൾ മാനസികമായി അതിനെ അംഗീകരിക്കുകയും ആത്മീയമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവത്തോടു കൂടി അയാൾ ആഹാരം വേണ്ടെന്ന് വെക്കുമ്പോൾ അയാളുടെ ശരീരം അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നോമ്പ് എന്നുള്ളത്. ഈ അർത്ഥത്തിൽ ഒരാൾ ആഹാരം വേണ്ടെന്ന് വെച്ച് നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായും ആന്തരികാവയവങ്ങൾക്കുള്ള വിശ്രമമാണ് കിട്ടുന്നത്. ഇപ്പോൾ ആന്തരികാവയവങ്ങൾ എപ്പോഴും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മൾ അറിയുന്നില്ല. ശ്വാസകോശം പ്രാണവായുവിനെ അകത്തേക്കെടുത്ത് അതിൽ ഓരോ സെക്കൻഡിലും സംഭവിക്കുന്ന പ്രോസസ്സ് നമ്മൾ അനുഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെ ആമാശയത്തിൽ കഴിക്കുന്ന ആഹാരം അത് അമിതമാകുമുണ്ടാകുന്ന പ്രയാസങ്ങൾ അറിയുന്നല്ലാതെ അതെപ്പോഴും അതിങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കാറില്ല. അതുപോലെ ചെറുകുടൽ, വൻകുടൽ, ഇങ്ങനെ ഇതിനെയൊക്കെ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്ന ബ്രെയിൻ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള സകല അവയവങ്ങളും ദഹന പ്രക്രിയയിൽ ഇൻവോൾവ് ആകുമ്പോൾ അത് വല്ലാത്തൊരു തിരക്കിലകപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഈ തിരക്കിന് ഒരു ശാന്തതയാണ് ഉപവാസം നൽകുന്നത്. ഇങ്ങനെ ശാന്തത നൽകുമ്പോൾ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് മനുഷ്യന് രോഗങ്ങളായിട്ടുള്ള അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുണ്ടോ, ഈ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ വളരെ വ്യക്തമായ രീതിയിൽ പുറത്ത് ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യം നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ തത്വമെങ്കിൽ ഇത് വളരെ പഴയ തത്വമാണ്. ലംഘനം പരമൌഷധം എന്നുള്ളത് ഒരു സംസ്കൃത വാക്കാണെങ്കിൽ അത് ഏതോ കാലത്ത് ആ ജനങ്ങൾ ഉപയോഗിച്ചൊരു രീതിയാണെങ്കിൽ ഇതേ സംഗതി തന്നെ ഒരുപക്ഷെ നിങ്ങൾ പ്രവാചക കാലത്തുള്ള ബിശ്വഗ്രന്മാരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഹാരിസ് ബിൻ കൽദ എന്നറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ ഒരു സഹാബി എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ചികിത്സകനായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന ചികിത്സയിൽ വളരെ നൈപുണ്യവും എല്ലാ അർത്ഥത്തിലും പ്രവാചക സദസ്സിലൊക്കെ ഇദ്ദേഹം ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് ചോദിക്കപ്പെട്ടിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആഹാരം ഉപേക്ഷിക്കലാണ്. ഒരുപക്ഷെ ഹാരിസ് കൽദ പറയുന്നതും ലംഘനം പരമോഷധം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ തിരുക്കുറൽ
തിരുക്കുറൽ എന്ന് പറയുന്നത് ഒരു വളരെ പഴക്കമുള്ള തമിഴ്നാട്ടിലുള്ള ഒരു കൾച്ചറൽ ഒരു ഫിലോസഫിക്കൽ ബുക്കാണ്. അപ്പോൾ അതിലൊട്ടേറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരുന്നിന് വേണ്ടാവാം യാക്കയ്ക്ക് അരുന്തിയത് അற்றிയത് പോട്ടിയുണി എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല. രോഗം സുഖപ്പെടാൻ മരുന്നല്ല വേണ്ടത്. വിശപ്പ് ഉണ്ടോ എന്ന് നോക്കി ഇതിനു മുമ്പ് കഴിച്ച ആഹാരം അത് പരിപൂർണമായി ദഹിച്ചു പോയി എന്ന് ഉറപ്പ് വരുന്ന ശേഷം മാത്രം നിങ്ങൾ അടുത്ത ആഹാരം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് മരുന്നിന് ആവശ്യമില്ല. എപ്പോഴാണ് നമ്മൾ മരുന്ന് സേവിക്കേണ്ടി വരുന്നത്? രോഗം വരുമ്പോൾ. അപ്പോൾ രോഗം വരുന്ന സമയത്ത് വിശപ്പ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് വളരെ വളരെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായി ഒരാൾ ഒബ്സർവ് ചെയ്തിട്ട് അയാൾ ആഹാരം സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് മരുന്നിനെ വേണ്ട. ഇങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുക എന്ന് പറയുന്ന ഈ പ്രക്രിയക്ക് വളരെ നല്ലൊരു ശരീരത്തിന് നൽകാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് ഉപവാസം എന്ന് പറയാം. ആ അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ ഉപവാസം അങ്ങേയറ്റം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു നല്ല ഒരു ശാന്തമായൊരു അന്തരീക്ഷം ഒരുക്കി തരുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം എന്ന് പറയുന്നത്. സർ, അപ്പം നമ്മുടെ ഈ പറയുന്ന ഈ അയണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, അത്തരത്തിലുള്ള ഓരോരോ ആസ്പെക്ട്സ് ഒക്കെ എങ്ങനെയാണ് ബോഡിക്ക് റിസീവ് ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ളൊരു ഡൗട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ പൊതുവെ ആളുകൾ വൈറ്റമിൻസ് അതേപോലെ മിനറലുകൾ ഇതിൻ്റെ പിറകെ പോകുന്നൊരു വലിയ തമാശയുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലും തന്നെ മനുഷ്യൻ ഈ വൈറ്റമിൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള മിനറലുകളെ പറ്റിയോ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. അവരെന്ത് ചിന്തിക്കുമെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക. ഓരോ മനുഷ്യരും എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് കഴിക്കുക എന്നുള്ളതിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആരോഗ്യമുണ്ടാകാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചെങ്കിൽ ആരോഗ്യം ഉണ്ടാകുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി കഴിച്ചാൽ എനിക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും, വയറുവേദന ഉണ്ടാക്കും, അത് വളരെ അല്പമാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറ്റമിൻ മിനറൽ എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു മരുന്ന് കച്ചവട സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച കുറേ അനാവശ്യമായ ഒരിക്കലും ആരോഗ്യകരമായ ഒരു കാര്യങ്ങളല്ല. അപ്പോൾ നമ്മളതിനെ പരിഗണിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണോ എനിക്ക് ആവശ്യമുള്ളത് അത് കഴിക്കുക, അത് വിശപ്പുണ്ടെങ്കിൽ കഴിക്കുക. അതുപോലെ തന്നെ ഈ പോഷകങ്ങൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണോ നല്ല ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളിൽ സാധനം ഓർഡർ ചോദ്യം, അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ, ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുമോ? ഇതൊന്നും ആഹാരമല്ല. ഒരിക്കലും ഏതെങ്കിലും ഭൂമിയിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു മനുഷ്യൻ ഐസ്ക്രീം മാത്രം കഴിച്ച് ജീവിക്കുന്ന അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രം കഴിച്ച് ജീവിക്കുന്നെങ്കിൽ ഉറപ്പായി രോഗിയാകും, ഒരു സംശയമില്ല. അതൊന്നും ആഹാരമല്ല. അപ്പോൾ ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നാടൻ പുട്ട്, ഇഡ്ഡലി, ദോശ, ഇങ്ങനെ നമ്മുടെ ഇറച്ചി, പത്തിരി, ഇങ്ങനെ എന്തൊക്കെ മനുഷ്യൻ ആഹാരമായി കഴിക്കുന്നു അത് കേരളത്തിലെ ആഹാരം ഉണ്ട്. കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിലെ ആഹാരങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യൻ്റെ പുറത്ത് അറബ് ആഹാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചൈനീസ് ഫുഡുകളുണ്ട്, ഇങ്ങനെ തുർക്കിഷ് ഫുഡ്, ഇങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രുചിയുള്ള ആഹാരങ്ങളുണ്ട്. അതിലേതെങ്കിലും ആഹാരം ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ള ആഹാരം ഒരാൾ വിശക്കുന്ന സമയത്ത് മിതമായ അളവിൽ ഒരു അരവയറ അളവിൽ അയാൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ, അത് നല്ല ആസ്വദിച്ച് ശരിക്കും ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ആരോഗ്യമുണ്ടാകാൻ അത് മതി. അതിൽ ഇന്ന മിനറൽ വേണം, ഇന്ന വൈറ്റമിൻ വേണം, ഈ വൈറ്റമിൻ ഏത് ആഹാരത്തിലാണ് ഉള്ളത്, അതിൻ്റെ ഡെഫിഷ്യൻസി എനിക്ക് ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ അന്വേഷിക്കാൻ പോയി അത്തരം ആഹാരം തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അനാവശ്യമായ പ്രവണതകളാണ്. അതെന്തിനും ചോദിച്ചാൽ അത്തരം വൈറ്റമിനുകളുടെ വിൽപ്പനയെ സഹായിക്കുന്നതല്ല, അത് ആരോഗ്യം ഉണ്ടാക്കാൻ ഒരിടത്തിലും സഹായിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആഹാരശീലത്തിലും ഈ ഉപവാസത്തിലും പരിഗണിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നോമ്പെടുക്കുന്ന ഒരാൾ അത്താഴത്തിൻ്റെ സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ച പോലെ ഈത്തപ്പഴങ്ങളും അല്പം വെള്ളവും. നിങ്ങൾ പ്രവാചകവചനം പരിശോധിച്ച് കാണാം, അസ്വദ തൈനി എന്നൊരു പ്രയോഗം കാണാം. എന്നുവെച്ചാൽ ഈത്തപ്പഴവും വെള്ളവും ആണ് അത് ഉദ്ദേശിക്കുന്നത് എല്ലാ പണ്ഡിതന്മാരും പോലും പറഞ്ഞുതരും. അപ്പോൾ അത്താഴത്തിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആഹാരം കഴിച്ച ശേഷം അതിൻ്റെ മേലെ ഈത്തപ്പഴം വെള്ളം കഴിക്കുക ചെയ്യുന്നത്. ഇതല്ല, ആഹാരം ഒന്നും കഴിക്കാതെ വെറും ഈത്തപ്പഴം വെള്ളവും മാത്രം അത്താഴം എടുക്കുക. ഇതാണ് ഏറ്റവും നല്ല അത്താഴം. ഇത് തന്നെയാണ് നോമ്പ് തുറക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. നോമ്പ് തുറക്ക് ശേഷം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സാധാരണഗതിയിൽ ഇറച്ചിയോ പത്തിരിയോ മറ്റാഹാരം കഴിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത് ഇശാ ബാങ്കിന് മുമ്പായി അവസാനിപ്പിക്കുന്ന രീതിയാണ് ഈ റമദാനൊക്കെ ഏറ്റവും നല്ലത്. ഏതായാലും ഈ ഒരു സമയത്ത് ഉപവാസം ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളൊക്കെ അയാൾക്ക് ലഭിക്കണമെങ്കിൽ ഈ രൂപത്തിൽ ആഹാരം ക്രമീകരിച്ചാൽ
ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളെ ശീലം എന്താണെന്ന് ചോദിച്ചാൽ തറാവീഹ് നമസ്കാരം എന്ന നമസ്കാരത്തിന് ശേഷം നോമ്പ് തുറക്കുണ്ടാക്കി വിഭവങ്ങൾ ബാക്കി വരുന്ന മുഴുവൻ തീർക്കാവുന്ന ഒരു പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അതൊന്നും അത്ര ഗുണകരമായ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നോമ്പ് തുറ എന്ന് പറയുന്ന നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം പിന്നെ എഴുന്നേൽക്കാനോ നിൽക്കാനോ കുനിയാനോ നടക്കാനോ പോലും കഴിയാത്ത രൂപത്തിൽ അമിതമായ ആഹാരം കഴിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും ഗുണകരമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ ആത്മീയവും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഇതൊന്നും ഗുണം ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നോമ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ചോദ്യത്തിനെ നമ്മൾ കാണുമ്പോൾ നോമ്പ് എന്ന് പറയുന്നത് ഒരു ആരാധനാക്രമമാണ്. എല്ലാ മതങ്ങളിലും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള നോമ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ ഇത്തരത്തിലൊരു നോമ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നോമ്പ് എടുക്കാൻ തടസ്സപ്പെടുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അത് പലപ്പോഴും മരുന്നുകളാണ്. അപ്പോൾ ആ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് മനസമാധാനത്തോടെ നോമ്പ് പൂർത്തിയാക്കുമ്പോൾ ആത്മീയ ചൈതന്യം നേടിയെടുക്കാൻ അത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.